ലാറ്റ് പുൾ ഡൗൺ ആണോ സീറ്റഡ് റോ ആണോ ലാറ്റ് മസിൽസിന് കൂടുതൽ എഫക്റ്റീവ് ആകുന്നത്? ഞാൻ പറയും ലാറ്റ് പുൾ ഡൗൺ ആണെന്ന്. അതിന്റെ റീസൺ അറിയണമെങ്കിൽ ലാറ്റ് മസിൽസിന്റെ ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ലാറ്റ് മസിൽസിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ലോവർ ബാക്ക് ഏരിയയിൽ നിന്നുമാണ്, ഇൻക്ലൂഡിംഗ് T7 to T12. എന്നാൽ ഈ മസിലിന്റെ ഇൻസേർഷൻ എന്ന് പറയുന്നത് അപ്പർ ആംസിലാണ്. ഇതിനെ നമ്മൾ ബിസിപിറ്റൽ ഗ്രൂവ് എന്ന് പറയും. ഇനി നമുക്ക് ലാറ്റ് മസിൽ ഫൈബേഴ്സിന്റെ പൊസിഷൻ ഒന്ന് നോക്കിയാൽ കൂടുതലായിട്ടും വെർട്ടിക്കലി ആണ് എന്ന് നമുക്ക് കാണാം. ലാറ്റ് പുൾ ഡൗണിന്റെ മൂവ്മെന്റ് വെർട്ടിക്കലി ആയതുകൊണ്ട് തന്നെ കൂടുതൽ മസിൽ ഫൈബേഴ്സ് ആക്ടിവേറ്റ് ആകുന്നതും കോൺട്രാക്ടിങ് എബിലിറ്റി കൂടുന്നതും ഈ ഒരു പ്ലെയിൻ ഓഫ് മോഷനിലാണ്. അതുമാത്രമല്ല വെർട്ടിക്കൽ പുള്ളിങ്ങിൽ കൂടുതൽ റേഞ്ച് ഓഫ് മോഷൻ ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി 180 ഡിഗ്രി കമ്പയർ ടു ഹൊറിസോണ്ടൽ പുള്ളിംഗ് ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 90 ഡിഗ്രി. സോ മോർ റേഞ്ച് ഓഫ് മോഷൻ ഈസ് ഈക്വൽ ടു മോർ മസ്കുലർ ആക്ടിവേഷൻ. വെർട്ടിക്കൽ പുള്ളിങ്ങിൽ ലാറ്റ് മസിൽസിന് കൂടുതലായിട്ട് കോൺട്രാക്ട് ചെയ്യാനും സ്ട്രെച്ച് ചെയ്യാനും സാധിക്കുന്നു. അതുകൂടാതെ ലാറ്റ് പുൾ ഡൗണിൽ നിങ്ങൾ വൈഡ് ഗ്രിപ്പ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈസെപ്സിന്റെ ഇൻവോൾവ്മെന്റ് കുറയുകയും അങ്ങനെ നമുക്ക് ലാറ്റ് മസിൽസ് ഐസൊലേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുവാനും കഴിയും. ഇനി സീറ്റഡ് ഡ്രോ ഒരു മോശം എക്സസൈസ് ആണെന്നല്ല ഞാൻ പറയുന്നത്. സീറ്റഡ് ഡ്രോയിങ് ചെയ്യുമ്പോൾ ലാറ്റ് മസിൽസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന മസിൽസ് റോംബോയിഡ്സും അതുപോലെ ട്രപ്പീസിയസ് മസിലും ആണ്. അതുപോലെ സീറ്റഡ് ഡ്രോയിങ്ങിന്റെ സിറ്റിംഗ് പൊസിഷൻ സ്ട്രോങ് ആണ്, ഷോർട്ടർ റേഞ്ച് ഓഫ് മോഷൻ ആണ്. അതുകൊണ്ട് കൂടുതൽ വെയിറ്റ് പുള്ള് ചെയ്യാനും ലാറ്റ് മസിൽസിന്റെ തിക്നെസ് കൂട്ടാനും ഈ ഒരു എക്സസൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ വർക്കൗട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഈ രണ്ട് മൂവ്മെന്റ് നിങ്ങളുടെ വർക്കൗട്ടിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്.